ഇത് ആക്ച്വലി ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ്? എല്ലാ സിസ്റ്റത്തിനും അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു സ്കോപ്പുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പരിമിതികളുണ്ട്. ഈ പറയുമ്പോൾ ഹോമിയോപ്പതിയുടെ സ്കോപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോമിയോപ്പതി ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള രോഗ പ്രതിരോധ ശക്തിയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് രോഗത്തെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു രോഗപ്രതിരോധ ശക്തിയെ കൂട്ടാനുള്ള ഒരു സിസ്റ്റമായിട്ടാണ് ഹോമിയോപ്പതി വർക്ക് ചെയ്യുന്നത്. അതേപോലെ മോഡേൺ മെഡിസിൻ ആണെങ്കിൽ കൂടുതലും രോഗത്തെയാണ് ചികിത്സിക്കുന്നത്. അപ്പോൾ ഓരോ ഹോമിയോ ഡോക്ടറെ അടുത്തേക്കും ഓരോ രോഗികൾ എത്തുമ്പോഴത്തേക്കും അവരുടെ മാനസികമായിട്ടുള്ള കാര്യങ്ങളും അവരനുഭവിക്കുന്ന പ്രയാസങ്ങൾ, സ്ട്രെസ്സുകൾ, അല്ലെങ്കിൽ ഒരു രോഗി ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത് ഒരു ഹോമിയോ ഡോക്ടറെ അടുത്തായിരിക്കും എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാര്യം ഏറ്റവും കൂടുതൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ പ്രോജക്ട്സുകളും കാര്യങ്ങളെല്ലാം ഗവൺമെൻറ് ഇന്ന് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. കാര്യം ഇപ്പം സ്ത്രീകളുടെ ഒരു പ്രോജക്റ്റായിട്ടുള്ള സീതാലയം എന്നുള്ളൊരു പ്രോജക്റ്റ് ഗവൺമെൻറ് നടപ്പിലാക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ സാമൂഹികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടും അവരുടെ ഫാമിലിയിലുള്ള അല്ലെങ്കിൽ അവരിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും കൂടിയാണ് ഒരു ഡോക്ടർ കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു രോഗിക്ക് ഇന്നൊരു തോന്നലുണ്ടാവും, നമ്മുടെ കൂടെ ഒരു ഡോക്ടറുണ്ട്, അപ്പം നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാനും അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ പറയാനും ഇന്നൊരു ഡോക്ടറുണ്ട്, ഇന്ന് ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഇന്നൊരു മരുന്ന് അതിന് പുറമെ അല്ലെങ്കിൽ അതിലുപരി നമ്മുടെ ഇപ്പോൾ ഒരു ഡോക്ടറുണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ടാക്കാൻ ഹോമിയോപ്പതിക്ക് സാധിക്കും.